ഹായ്, വെൽക്കം ടു മെയ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള മിക്സിയുടെ കാർബൺ ബ്രഷ് പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം, അഥവാ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞു തരാണ്. ഓക്കെ, അപ്പോൾ പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള മാർഗ്ഗം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ മിക്സിയുടെയും താഴെ ഭാഗത്തായിരിക്കും അതിൻ്റെ കവർ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനൊരു 4-5 സ്ക്രൂസ് ഉണ്ടായിരിക്കും. അത് അഴിക്കുക. അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ കാണുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു പൈപ്പാണിത്. അതായത് നമ്മുടെ ജാറിൽ നിന്നൊക്കെ വല്ല വെള്ളം ലീക്കായി എന്നുണ്ടെങ്കിൽ ആ ഒരു കുഴിഞ്ഞ ഭാഗത്തിൽ, മുകൾ ഭാഗത്തുള്ള ആ കുഴിഞ്ഞ ഭാഗത്തു നിന്ന് വെള്ളം താഴേക്ക് വരുന്നതിൻ്റെ ആ പൈപ്പാണ് കണ്ടത്. ഇപ്പോൾ കാണുന്നത് പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഫ്യൂസ് ഉണ്ട്, ഒരു ബ്രേക്കർ ഉണ്ട്, ആ ബ്രേക്കറിലേക്ക് കൊടുത്ത കണക്ഷനാണ്. പിന്നെ അതുപോലെ കുറച്ച് വയറുകൾ നമ്മുടെ വലത് ഭാഗത്ത് കാണുന്നില്ല, കണ്ടില്ല? ഇത് നമ്മുടെ സ്പീഡ് റെഗുലേറ്ററാണ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ പോലെ അല്ല ഇത് ഡയറക്റ്റ് നമ്മുടെ മോട്ടറിൽ നിന്ന് 2-3 സ്പീഡിൻ്റെ 3 കേബിളുകളായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒന്ന് ഫുൾ സ്പീഡ്, പിന്നെ ഒന്ന് മീഡിയം സ്പീഡ്, ഒന്ന് ലോ സ്പീഡ്, അങ്ങനെ. അപ്പോൾ മിക്കവാറും മിക്സികളിലൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഓൾറെഡി ഫുള്ളായിട്ട് അയച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് കംപ്ലയിൻറ്റുകളുണ്ട്. ഇതിൻ്റെ ബെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു കമ്മ്യൂട്ടേറ്റർ എന്നുള്ള ഭാഗത്ത് പിന്നെ പ്രസ്സായിരിക്കേണ്ട ഭാഗങ്ങളാണ് നമ്മളെ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഷ് ഒഴിവാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ചെറിയ ലോക്കേ ഉണ്ടാവുള്ളൂ. മിക്കവാറും എല്ലാ മിക്സിക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബ്രഷ്. അത് ലോക്കങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബ്രഷ് നമുക്ക് കിട്ടും. പിന്നെ ഇതിപ്പോൾ കണ്ടിട്ട് ഈ ഒരു മോട്ടറിൻ്റെ ബ്രഷ് പോയതായിട്ട് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം ഇനിയും അത് പോകാനുണ്ട്, തേഞ്ഞ് പോകാൻ ബാക്കാണ്ടില്ല. ഇതാണ് പുതിയ ബ്രഷ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പകുതിയിലധികം നമ്മുടെ പഴയ ബ്രഷ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്രഷ് പോയിട്ടില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാണുന്ന ഈ പഴയ ബ്രഷിൻ്റെ ഏകദേശം പകുതിയും കൂടുതൽ തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രഷ് മാറ്റുന്നതാണ് നല്ലത്. കാരണം അത്രയും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ക്രാക്ക് വരാൻ സാധ്യത, കാരണം ഇതിങ്ങനെ അതിൽ പിന്നെ ഉരഞ്ഞുരഞ്ഞ് പോവുകയാണ് ചെയ്യുക കറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ചെറിയ ക്രാക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രഷൊക്കെ ചിലപ്പോൾ അത് ക്രാക്ക് വരും. അപ്പോൾ ക്രാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഭയങ്കര സ്പാർക്കിങ് വരും. കൂടുതൽ നോർമലി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ സ്പാർക്കിങ് കാണും, പക്ഷേ ഇത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പാർക്കിങ് കൂടുതലായിരിക്കും. ഏതെങ്കിലും ഒരു സൈഡൊക്കെ ചിലപ്പോൾ ഭയങ്കര സ്പാർക്കിങ് വരും. പിന്നെ അതുപോലെ ചില സമയത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും ഓൺ ആവും. പക്ഷേ ഇതുപോലെ ഇടയ്ക്ക് റാൻഡമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഓഫ് ആവും, അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ ബ്രഷ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ബ്രഷ് ഞാൻ അതിലേക്ക് വെക്കുകയാണ്. കണ്ടില്ലേ, എന്തെങ്കിലും ഒരു ടെസ്റ്ററോ എന്തെങ്കിലും സാധനം വെച്ച് അമർത്തി പിടിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് അമർത്തി പിടിച്ചാലും മതി. എന്നിട്ട് നമ്മുടെ ലോക്ക് അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഒരു ചെറിയൊരു ഹോളാണത്, ആ ഹോളിനുള്ളിലൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ ലോക്കായിട്ട് അത് തിരിച്ചിങ്ങോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു ലോക്ക് കൂടി ഉണ്ട് ഇതിന്. അത് ഓരോ മിക്സിക്കും ഓരോ രീതിയിലായിരിക്കും. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകാവുന്നുള്ളൂ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ, അതായത് മോട്ടർ അഴിച്ചെടുത്തിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു മിക്സിയിൽ ബ്രഷ് പോയിട്ടുണ്ടെങ്കിൽ മോട്ടർ അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ, ഇപ്പോൾ എനിക്കിത് പിന്നെ ബ്രഷ് ഇടാൻ കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ നമ്മൾ മോട്ടർ അഴിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രഷ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം മോട്ടർ ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഇട്ട് ചെയ്യാൻ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു ബ്രഷ് ഇൻസേർട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ബ്രഷ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ലോക്ക് കറക്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക, കാരണം അത് ഊരി തെറിക്കാൻ സാധ്യതയുണ്ട് കറക്റ്റായിട്ട് ലോക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, 2 ബ്രഷിൻ്റെയും എൻഡ് നിങ്ങൾക്ക് ആ കമ്മ്യൂട്ടേറ്ററിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്